നമസ്കാരം. ഈ വർഷത്തെ ക്രിസ്മസിന്റെ വർണ്ണാഭമായ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു വിട്ടാ നമ്മുടെ ക്രിസ്മസ്. നമസ്കാരം. ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവാണ് കേട്ടോ. അതിന്റെ മുന്നോടിയായിട്ട് നമ്മളിതാ ഇന്ന് നമ്മുടെ വീടൊക്കെ ഒന്ന് സജ്ജീകരിക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു കൊടുന്ന് ഹാളിൽ പരത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, എസ് മച്ചൊക്കെ ഇവിടെ ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഹോളാണെങ്കിൽ നമ്മുടെ കാലിയാണ്, സോഫയൊന്നുമില്ല. സോഫ, ഡൈനിങ് ടേബിൾ ഇതൊക്കെ നമ്മൾ എടുത്തു മാറ്റി എന്ന് വെച്ചാൽ എല്ലാം മാറ്റണതിന്റെ തയ്യാറെടുപ്പിലാണ്. നമ്മൾ പുതിയ സോഫയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ടേബിളിനൊക്കെ. അത് വഴിയെ വരുന്നതായിരിക്കും. അത് പറ്റുകയാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാം. എന്താണെങ്കിലും നമ്മളിപ്പോ നമ്മുടെ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് കേട്ടോ. ഓൾ സെറ്റ്? അപ്പോൾ ഓരോന്നായിട്ട് നമ്മുടെ പരിപാടി നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ ട്രീന്ന് തുടങ്ങുകയാണ്. എസി എന്താ ആദ്യം പരിപാടി? എസിക്ക് ആദ്യം തന്നെ കുറച്ച് പിരി ഇളകി. അത് കാരണം എസി അധികം സംസാരിക്കണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതായിരിക്കും. എസിയും ഞോഞ്ഞയും കൂടി രണ്ടാളെയും കുട്ടി ട്രീ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വലിയ ട്രീ ഇവിടെ വലിയ ട്രീ സെറ്റ് ആക്കാൻ പോവാണ്. നമുക്ക് 2 ട്രീ ഉണ്ട് കേട്ടോ. ഒരു ട്രീ നമ്മൾ അകത്ത് വെക്കും, ഒരു ട്രീ നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ ബാൽക്കണിയിൽ വെക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇന്ന് പുൽക്കൂട് സെറ്റ് ആക്കണ്ട? സെറ്റ് ആക്കുന്നു. ഈ പ്രാവശ്യം ന്യൂനി എസ് ഞാനും അച്ഛനും കൂടെ ബേസ് ബോർഡ് കട്ട് ചെയ്തിട്ട് ചെറിയൊരു വീടുണ്ടാക്കും. സക്സസ് ആവുമോന്നറിയില്ല, ട്രൈ ചെയ്യും. അത് ശരി. അപ്പൊ പൊരിക്കും. അപ്പൊ നമ്മുടെ ട്രീ ഒരുക്കൽ യജ്ഞം ഘനഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കട്ടോ. അച്ഛേ എടുത്തു കൊടുക്കടേ. ഇത് എളുപ്പമുള്ള പണിയല്ല കേട്ടോ. എന്താ വല്ല തീമും ഉണ്ടോ ട്രീക്ക്? ഏത് കളറാ? ഏതാ ഞ മിക്സ് ആടണ? മിക്സ് ആടണ്ടേ? അപ്പൊ വൈറ്റും സിൽവറും റെഡും. ഓക്കെ, അത് 3 മാത്രം ഇട്ടാ മതിയേ. ബാക്കിയുള്ളതെല്ലാം കൂടി പുറത്തെ ട്രീനിടാം. അപ്പൊ നമ്മളത് ട്രീ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫൈനൽ അല്ലേ? ഫൈനൽ സ്റ്റേജ് അല്ലേ? ഈ മാലയും പിന്നെ ലൈറ്റും കൂടി ഇട്ടാൽ ഒരു ട്രീ റെഡിയായി. ട്രീ ന്യൂജനേഴ്സിന് ട്രീ എവിടെ? ട്രീ എവിടെ? ന്യൂജിയുടെ ഒരു കുട്ടി ട്രീ റെഡി ആയിരിക്കുകയാണ്. ട്രീ ഇല്ല. ഒരു കുട്ടി ട്രീ റെഡി ആയിരിക്കുകയാണ്. കാണിച്ചേ, പൊക്കി പിടിച്ചേ. ഓക്കെ, അപ്പൊ നമ്മളെ സ്റ്റാർ നമുക്ക് അവിടെ സ്റ്റാർ ഓക്കെ, അത് നമുക്ക് ഇടാം. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഒരു റീലിന് വേണ്ടിയിട്ട് ഇവിടെ ടൈമർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതോടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്റെ പാവാടയാ? പിന്നെ അടിക്ക വേഗം. പാവാട അടിക്കാൻ പോണില്ലേ? ഞാൻ പോയി പാവാട അടിക്കേ. അച്ഛൻ ആധാരം എഴുതി അവിടെ കിടന്നിട്ട് പോയി പാവാട അടിക്കേ. കഴിഞ്ഞോ? ഞാൻ അവരുടെ ട്രീ എന്റെ അടിയിൽ വെച്ചോ. ആ സാൻഡ് അതാ ജനലിന്റെ അവിടെ ഇരിക്കണോ. ആ സാൻഡകളെയും കൂടി വെച്ചാൽ മാറ. നമ്മുടെ ക്രിസ്മസ് ട്രീ, ആദ്യത്തെ ക്രിസ്മസ് ട്രീ ഇതാ അവിടെ സെറ്റ് ആയിരിക്കുകയാണ്. വൺ മോർ സാൻഡ. ഒന്നുമില്ല, ഈ ട്രീ ഇനി ലൈറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഗിഫ്റ്റ് ബാഗ്. അതെ, ഏതിൽ കൂടെയും വരുമോ? ഇപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം. അപ്പൊ എന്തായാലും ഫസ്റ്റ് ട്രീ സെറ്റ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പുറത്തെ ട്രീയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഈ ടൈം ലാപ്സ് നിർത്തട്ടെ. കഴിഞ്ഞില്ലേ? ഇത് പ്രസ് ചെയ്യാ. ഫിനിഷ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ ട്രീ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് പുറത്തൊരു ട്രീ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ച് LED സ്റ്റാർ, ലൈറ്റ് ഇതൊക്കെ കൂടി സെറ്റ് ചെയ്ത് പുറം ഭാഗം കൂടി ഒന്ന് അടിപൊളിയാക്കണം.
പക്ഷെ അത് റെഡിയാക്കണേക്കാളും മുന്നേ നമുക്ക് ഇന്നൊരു എന്താ പറയാ ട്രീ ലൈറ്റിംഗ് സെറമണി ഉണ്ട്. ട്രീ ലൈറ്റിംഗ്, പിന്നെ പിള്ളേർക്കുള്ള ജിഞ്ചർ ബ്രെഡ് മേക്കിംഗ് കോമ്പറ്റീഷൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് നമുക്ക് പോകണം. അതിന് പോകാനുള്ള സമയമായി. അപ്പൊ നമ്മള് പുറത്തെന്തായാലും ലൈറ്റ് നമ്മളെ കൊണ്ട് ഇട്ടാൽ തീരില്ല. കാരണം LED ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്, സ്റ്റാറൊക്കെയാണ്. അപ്പൊ നമ്മള് രണ്ടാൾക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോണ വഴിക്ക് അവരെ ചാവി കൊടുത്ത് ഏൽപ്പിക്കും. അവരത് സെറ്റ് ആയിക്കോളും. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. നമ്മുടെ പുറത്തെ സ്റ്റാർ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി നമ്മൾ പോവുകയാണ്, ഹോർമൂസ് ഗ്രാൻഡിലേക്കാണ് പോണത്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മള് പതിവ് പോലെ ഒരു മിനിറ്റ് ലേറ്റ് ആയിട്ടോ. കൊയർ ഇതാ ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് നമ്മുടെ ജിഞ്ചർ ബ്രെഡ് കോമ്പറ്റീഷൻ ആണ്. നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്താണോ അതിൻ്റെ ഉള്ളില്? അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതല്ലേ? അതും ജിഞ്ചർ ബ്രെഡും. ആ അത് ക്രീമാണ്. ഉണ്ടാക്കുവോ അടിപൊളിയായിട്ട്? തകർക്കുവോ? ഇതൊരു കോമ്പറ്റീഷനൊക്കെയാന്ന് കേട്ടോ പറയണത്. കണ്ടോ അവിടെ കുറെ ആൾക്കാരുണ്ട്. അവിടെയും കുറെ ടേബിള് നിരത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങണല്ലോ. അപ്പൊ പൂർവാധികം ശക്തിയോടെ നമ്മുടെ മത്സരം അവിടെ ആരംഭിച്ചിരിക്കട്ടോ. ഇതവിടെ ഘനഗംഭീരൻ പൊട്ടിക്കൽ നടക്കുകയാണ്. ഇതാ നമ്മുടെ ഹൗസിന്റെ ബേസിന്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. എന്തായി വലുത് ആവോ? കറക്റ്റായി ഒട്ടിക്കേ. ആദ്യം എല്ലാം ഒട്ടിക്കേ. അല്ല, ആദ്യം എല്ലാം പശ തേക്കുക, എന്നിട്ട് ലാസ്റ്റ് ഒട്ടിക്കുക. അച്ചു, ഇവരെല്ലാവരും നമ്മളെ ഇവിടെ സഹായിക്കാനുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഒരു സഹായഹസ്തം എപ്പോഴും നമുക്കുണ്ട്. നമ്മുടെ വീടിന്റെ ബേസ് ആയിട്ടുണ്ട് കേട്ടോ. മേൽക്കൂര ഫിറ്റ് ചെയ്യാൻ ബാക്കിയാണ്. ശക്തമായ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ? എല്ലാവരും അവിടെയും ഇവിടെയും ഒക്കെ വൻ കോമ്പറ്റീഷനാണ്. അവിടെ നമ്മുടെ മേൽക്കൂരയുടെ ഡിസൈനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. തകൃതിയായിട്ട് ഡിസൈനുകളെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഗമ്മിയൊക്കെ ലെസി അതിലെ ആ എല്ലാം ഇതിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മുടെ മേൽക്കൂരയും ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. മേൽക്കൂര സെറ്റിങ് കഴിഞ്ഞത് ഡിസൈനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുവിധം എല്ലാവരുടെയും കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ? എല്ലാവരുടെയും അവിടെ വീട് സെറ്റാണ്. ഈ ഭാഗത്തും എല്ലാവരുടെയും വീട് സെറ്റാണ്. ഘനഗംഭീര മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസൈൻ നന്നായി ചെയ്യണേ എടി. ഡിസൈൻ നന്നായി ചെയ്യണം കേട്ടോ. ഒരേപോലെ ചെയ്യണം. അതും ഇതുമായിട്ട് വെക്കരുത്. എന്തായി സമയം തീർന്നു? കഴിഞ്ഞോ? സമയം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. ഫൈനൽ വീട്. ഇനി ഇതപ്പം നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യും. ജഡ്ജസ് ഇപ്പോൾ വരും. റിസൾട്ട് അനൗൺസ് ചെയ്യും. കണ്ടില്ലേ? എല്ലാവരും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ പതുക്കെ പടന്നൊരു സൈഡിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതാ പങ്കെടുത്ത എല്ലാവരെയും അവരിതാ നമ്മുടെ ട്രീയുടെയും ജിഞ്ചർ ബ്രെഡ് ഹൗസിന്റെയും മുമ്പിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഓ, സഹാൻഡട വരവുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. സഹാൻഡതാ വന്നു.
സാന്റ പോയി അവിടെ ഇരിപ്പായുണ്ട്. സാന്റ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ പിള്ളേരെ മുന്നിലേക്ക് വിളിക്കുന്നുണ്ട്. ഇതാ എല്ലാവരും ഓടിയുണ്ട് കേട്ടാ. ഗിഫ്റ്റ് എന്ന് കേട്ടാ പിന്നെ പറയണ്ട, അതാ എല്ലാം പൊളിച്ചിട്ടൊക്കെയാ പിള്ളേർ പോണ്. കണ്ടില്ലേ? സാന്റയ്ക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടാ. നീ കണ്ടില്ലേ? സാന്റ പെട്ടു. എന്താ കിട്ടിയത്? ഓ ഹാപ്പി. എന്താണ് ഓറഞ്ചോ? ആദ്യമായിട്ടാണല്ലോ ഒരു സാന്റ ഓറഞ്ച് വരുന്നത്. ജോനിക്ക് എന്താ ഓറഞ്ചും അതിന്റെ ഉള്ളിൽ എന്താ ഒരു ജിഞ്ചർ ബ്രെഡ് ഉണ്ട് തോന്നണ അല്ലേ? ഓറഞ്ചും ജിഞ്ചർ ബ്രെഡാണ് സാന്റ വന്നത് കേട്ടോ. അച്ചു എവിടെ? ആ അച്ചുവേ എന്താ സാന്റ വന്ന്? അച്ഛനും കിട്ടിട്ടാ. സാന്റയുടെ കൂടെ ഒരു ഫോട്ടോ പോസും കൂടി കേട്ടോ. പൊരിച്ചു തരത്തില്ലേ? താങ്ക് യു. നമ്മുടെ മത്സരഫലം വന്നിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ നമുക്ക് ഒന്നും കിട്ടിയില്ല. ഹാപ്പി? ആ ഇനിയിപ്പോ അതാ എല്ലാവരും ഗമ്മി തിന്നാൻ റെഡിയായിരിക്കുക. ഞാൻ കഴിച്ചോളോ? എല്ലാം പൊട്ടിച്ചോളോ? എല്ലാം പൊതിഞ്ഞെടുക്കാം. നമുക്ക് ജിഞ്ചർ ബ്രെഡ് വീട്ടിൽ കൊണ്ടുപോവാം. നമുക്ക് ഇവിടെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് തരും കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. അത് ഇനിയിപ്പോ ബാക്കി അതാണല്ലോ, അത് എടുത്തോളോ. താങ്ക് യു. അപ്പം ഇതാണ് മിസ്റ്റർ സുനിൽ. സുനിലാണ് നമുക്ക് ഇന്ന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നത്. സുനിലെ താങ്ക് യു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വന്നിരിക്കും. ഓക്കെ ശരിയപ്പാ, കാണാം. അപ്പൊ ഇതാ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. കണ്ടില്ലേ? എല്ലാവരുടെയും നമ്മുടെ ജിഞ്ചർ ബ്രെഡൊക്കെ എടുത്ത് പോവാണ്. ഇനിയിപ്പോ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ട്രീ ഒരുക്കാൻ ബാക്കിയാണ്. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പടക്കില്ലേ? ലെറ്റ്സ് ഗോ ഞോഞ്ഞി. ഓക്കെ, അപ്പൊ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. നടക്കോ. അപ്പൊ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീട്ടിലെത്തി. നമ്മളിതാ പറഞ്ഞ് ഏൽപ്പിച്ച വരെ നമ്മുടെ ആൾക്കാര് കംപ്ലീറ്റ് സ്റ്റാറും ഇതൊക്കെ കെട്ടി തൂക്കിണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതാ അവിടെ ഒരു 5 സ്റ്റാർ ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് LED ലൈറ്റ് ഇട്ടുണ്ട്, തൂക്കിയിട്ടുണ്ട്. ഇത് നമ്മള് ലൈറ്റ് ഓൺ ആക്കണേക്കാളും മുന്നേ നമുക്ക് നമ്മളാക്കി വെച്ച സ്റ്റാർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. സോറി, ട്രീയും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് എല്ലാ ലൈറ്റും കൂടി ഒരുമിച്ച് കത്തിക്കാം. എന്തായി ട്രീ? പിള്ളേരൊക്കെ അവസരമായി കത്തിക്ക് പോയാ? പിള്ളേരൊരു രക്ഷയില്ലാട്ടാ. രാത്രി നമ്മളാ പോക്കും കൂടി ആയോട് കൂടിയിട്ട് എല്ലാവർക്കും പിരിയിളക്കി. സമയം ഒരുപാട് വൈകും ചെയ്തു. എന്താണെങ്കിലും ഇതും കൂടി അവസാനിപ്പിച്ചിട്ട് നമുക്കും പോയി കിടക്കണ്ടാണ്. അപ്പൊ അതാ നമ്മള് അവസാനം നമ്മുടെ പുൽക്കൂട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിതാ നല്ല ഉണങ്ങിയ വൈക്കോലും സംഭവങ്ങളൊക്കെ ഉണ്ട്. പുൽക്കൂടായപ്പോഴേക്ക് എല്ലാവരും എനിക്ക് വന്നു. ദയസി വന്നു, ഞോഞ്ഞി വന്നു. അത് മുഴുവൻ അവിടെ ഇട്ട് പരത്തരുതേ. എന്തടി കാണിക്കണേ? കുറേശ്ശെ ഓ ഇതെന്തടി വെക്കോ കൊണ്ട്? ധാരൊക്കെയാ തിന്നിട്ട് എല്ലാരും ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് കൊണ്ടുവരുന്നവര് നമ്മുടെ എന്താ പറയാ, ആട്, പശു, നമ്മുടെ മാലാക ഉള്ളിലുണ്ട്. പിന്നെ ആരൊക്കെ ഉള്ളില്? അതെ. ആരാന്ന്? ഉണ്ണിയേശു പറഞ്ഞിട്ടില്ല. ഉണ്ണിയേശുവിന് നമ്മൾ 25-ാം തീയതി എടുത്തു വെക്കുന്നതായിരിക്കും. 24-ാം തീയതി രാത്രിക്ക് എടുത്തു വെക്കുന്നതായിരിക്കും. ഇനി ഞോനിക്ക് എന്താ ലൈറ്റും കൂടി ഇടണോ? എന്നാ ലൈറ്റും കൂടി മേം വെക്ക്. ലൈറ്റ് കത്തിക്കേ, ഓണാക്ക. ഗുഡ്. അങ്ങനെ നമ്മുടെ പുൽക്കൂടും സെറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. ഇനിതാ നമ്മുടെ നമ്മളുടെ ഈ ലൈറ്റ് കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഒന്ന് ഇട്ട് കാണിക്കും. അപ്പൊ ഇതാ നമ്മള് നമ്മുടെ ലൈറ്റുകൾ കംപ്ലീറ്റ് ഓൺ ആക്കാൻ പോവാണ് കേട്ടോ. ഈ ലൈറ്റ് ഓഫ് ആക്ക. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോവാണ്. ഇവിടെ അല്ല, അവിടെ കാണിക്കണോ? സ്വിച്ച് ഇവിടെയാണ് സ്വിച്ച്. ഓക്കെ, സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ LED സ്റ്റാർ. ഇവിടെ ഒരു 4-5 എണ്ണം കണ്ടില്ലേ, ഇതിവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ഡെക്കറേഷൻ ആക്കിയിട്ടുണ്ട്. എന്ത് ലൈറ്റ് അത്? LED മിന്നണ ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ട്രീ ഇവിടെ ഉണ്ട്, നമ്മുടെ പുൽക്കൂട് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പുറത്തെ ഡെക്കറേഷൻ. ഇനി അകത്തെ ട്രീയുടെ ലൈറ്റും കൂടി ഒന്ന് കാണിച്ചു തരാം. അകത്ത നീ പോയി സെറിമണി നടത്ത്. ആ ചെല്ലേ വേഗം. ഒരു മിനിറ്റ്. ഓക്കെ റെഡി? ഓക്കെ സ്റ്റാർട്ട്. കത്തിയില്ലേ? അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വന്നിരിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. അതെ, ഇനി നമ്മൾക്ക് 25-ാം തീയതി വരെ ക്രിസ്മസ് ആണ്. ഇത് നമ്മൾ 1-ാം തീയതിയോട് കൂടിയിട്ട് ഇത് ഊരും. അതുവരെ ഇത് ഇവിടെ ഉണ്ടാവും എല്ലാം. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ വിശേഷങ്ങൾ അല്ലേ? എല്ലാരും ഇന്നത്തെ ഡേ എൻജോയ് ചെയ്തു. അങ്ങനെ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മുന്നിൽ നിന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും